ഇത് 20 mm നമുക്ക് റോൾ പൈപ്പാണ്. അതായത് നമ്മൾ കോൺക്രീറ്റിൻ്റെ ബെൽറ്റിൻ്റെ അകത്ത് വിടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പൈപ്പാണ് ഇത്. നമ്മളിവിടുത്തെ ഷെയ്ഡ് വാർപ്പാണ്. ഷെയ്ഡ് വാർപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തൂടെ റൂമുകൾക്കുള്ളതും അതേപോലെ പവർ ലൈന് വേണ്ടിയിട്ട് നമുക്ക് ഡി ബി വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഇതേപോലെ പൈപ്പ് കൊണ്ടുപോകണം. ഇപ്പോൾ ഈ കാണുന്ന ഓപ്പൺ കിച്ചനാണ്. അതേപോലെ 3 ബെഡ്റൂം വരുന്നുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്, അതുപോലെ സിറ്റ് ഔട്ട്, ഹാള് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് DB വരുന്നത്. ഈ DBക്കകത്ത് നേരെ ഒരെണ്ണം വന്നിട്ട് ഇവിടെ ഫ്രിഡ്ജും അതേപോലെ അവിടെ ഒരു പവർ ലൈനും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ DBക്കകത്ത് തന്നെ നേരെ നമുക്ക് സിറ്റ് ഔട്ട് ഏരിയയിലും കൊണ്ടുപോകണം. അതുപോലെ ഉണ്ട് ഇപ്പുറത്തെ ബെഡ്റൂം വഴി അവിടുത്തെ ബെഡ്റൂമോ ഇപ്പുറത്തെ ബെഡ്റൂം എല്ലാം പോകണം. അതേപോലെ 2 കൂടെ പൈപ്പ് നമുക്ക് ഇതിനോടൊപ്പം തന്നെ പിടിച്ചിടണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷെയ്ഡിൻ്റെ അകത്തുകൂടെ തന്നെ പൈപ്പ് ഇടുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കേബിളുകൾ നമുക്ക് ലാഭപ്പെടുത്താൻ പറ്റും. അതുപോലെ പണി ലാഭമായിരിക്കും. അങ്ങനെ നമ്മൾ ടോപ്പിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇത്രയും 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. 3 ബെഡ്റൂം വരുന്നുണ്ട്. അതേപോലെ ഇത് ഓപ്പൺ കിച്ചനാണ്, അതുപോലെ സിറ്റ് ഔട്ട് ഏരിയ. ഇതിൻ്റെ അകത്തൂടെ നമുക്കിനി കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ പൈപ്പ് ഇട്ട് കണ്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൂടെ വരുന്ന റിങ്ങിൻ്റെ അകത്തൂടെയാണ് നമ്മൾ ഈ പൈപ്പ് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളച്ചും തിരിച്ചും കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ 20 mm ബെൻഡിങ് പൈപ്പ് ISI പൈപ്പുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെൻഡുകൾ കൂടുതലായിട്ട് വേണ്ടി വരും. ഇത് നമുക്ക് റോൾ പൈപ്പ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളച്ചും തിരിച്ചും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഷെയ്ഡിൻ്റെ അകത്ത് നമ്മൾ LED വേണ്ടിയിട്ട് നല്ല ജംഗ്ഷൻ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെല്ലാം ഓഫ് സെറ്റ് അടിച്ചാണ് ഇറക്കിയേക്കുന്നത്. 3 ഇഞ്ച് കനവേ വരുന്നുള്ളൂ. അതുകൊണ്ട് കറക്റ്റ് ലെവലിന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ടില്ലേ, എല്ലാത്തിലും നമ്മൾ ഈ ഫ്രണ്ട് സൈഡിലും ആ സൈഡിലും വേണ്ടിയിട്ട് നമുക്ക് LEDക്കുള്ള ഓപ്ഷൻ നമ്മളിട്ട് നേരെ ഫ്രണ്ടിലോട്ടും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷെയ്ഡ് വാർപ്പിൻ്റെ സമയത്ത് തന്നെ ഇതേപോലുള്ള പൈപ്പുകൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ വാർപ്പിൻ്റെ അകത്ത് നമുക്ക് ലൈറ്റിനും ഫാനിനും വേണ്ടി മാത്രം പൈപ്പ് ഇട്ടാൽ മതി. അങ്ങനെ ഒരു ലാഭം